ഹലോ ഫ്രണ്ട്സ്, 2019 Prelims ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ അടുത്ത സെറ്റ് ഡിസ്കഷനിലേക്ക് പോകാം. ഇതുവരെയുള്ള ക്വസ്റ്റ്യൻ നമ്പർ 1 to 40 എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ക്വസ്റ്റ്യൻ നമ്പർ 41 to ക്വസ്റ്റ്യൻ നമ്പർ 60. അപ്പോൾ അതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതും ഡൗൺലോഡ് ചെയ്യുക. ഹലോ, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ക്വസ്റ്റ്യൻ നമ്പർ 41 to ക്വസ്റ്റ്യൻ നമ്പർ 60. നമ്മളിന്ന് ആദ്യം പോകുന്നത് ക്വസ്റ്റ്യൻ നമ്പർ 41. In the context of digital technologies for entertainment, consider the following statements. In augmented reality, a simulated environment is created and the physical world is completely shut out. In virtual reality, images generated from a computer are projected onto real-life objects or surroundings. AR allows individuals to be present in the world and improves the experience using the camera or smartphone or PC. VR closes the world and transposes an individual, providing complete immersion experiences. Augmented റിയാലിറ്റിയും വിർച്വൽ റിയാലിറ്റിയും കൺസെപ്റ്റ് അറിയാമെങ്കിൽ ഡയറക്റ്റ് നമുക്ക് ആൻസറിലേക്ക് വരാൻ പറ്റും. സപ്പോസ് കൺസെപ്റ്റ് അറിയില്ല എന്നുണ്ടെങ്കിൽ, കൺസെപ്റ്റ് എന്താണെന്ന് അറിയില്ലെങ്കിൽ ആ കീവേഡ്സ് എടുത്ത് ആലോചിക്കുക. കീവേഡ്സ് എന്താണെന്ന് നോക്കുക. ഓഗ്മെന്റഡ് റിയാലിറ്റിയും വിർച്വൽ റിയാലിറ്റിയാണ് കീവേഡ്സ്. ഓഗ്മെന്റഡ് റിയാലിറ്റി എന്ന് പറയുമ്പോൾ നമുക്ക് എന്താണ് മനസ്സിൽ തോന്നുന്നത്? റിയാലിറ്റിയെ ഓഗ്മെന്റ് ചെയ്യുന്നതായിട്ടാണ് തോന്നുന്നത്. അതുപോലെ വിർച്വൽ റിയാലിറ്റി എന്തായിട്ടാണ് തോന്നുന്നത്? റിയാലിറ്റിയെ വിർച്വൽ വേൾഡിൽ ക്രിയേറ്റ് ചെയ്യുന്നതായിട്ടാണ് തോന്നുന്നത്. അപ്പോൾ ഒരു റിയാലിറ്റിയെ ഓഗ്മെന്റ് ചെയ്യുക, ഉള്ള റിയാലിറ്റിയെ നിർത്തിക്കൊണ്ട് അതിനെ ഓഗ്മെന്റ് ചെയ്യുക, അല്ലെങ്കിൽ എന്തെങ്കിലും മോഡിഫിക്കേഷൻ ചെയ്യുക. അങ്ങനെയാണെങ്കിൽ മാത്രമേ അത് ഓഗ്മെന്റഡ് റിയാലിറ്റി ആവുള്ളൂ. റിയാലിറ്റി നമ്മളൊരു വിർച്വൽ വേൾഡ് ക്രിയേറ്റ് ചെയ്യുവാണെങ്കിൽ അതാണ് വിർച്വൽ റിയാലിറ്റി. ഓക്കെ, അപ്പോൾ ആ വേർഡ്സിൽ നിങ്ങൾക്ക് ആ മീനിങ് കിട്ടും. മീനിങ് കിട്ടിയിട്ട് ആ സ്റ്റേറ്റ്മെന്റ് ഫുൾ എടുത്ത് വായിച്ചു നോക്കാം. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്, ഓഗ്മെന്റഡ് റിയാലിറ്റി എ സിമുലേറ്റഡ് എൻവയോൺമെന്റ് ഈസ് ക്രിയേറ്റഡ് ആൻഡ് ദ ഫിസിക്കൽ വേൾഡ് ഈസ് കംപ്ലീറ്റ്ലി ഷട്ട് ഔട്ട് എന്നാണ് പറയുന്നത്. അപ്പം റിയാലിറ്റിയെ ഓഗ്മെന്റ് ചെയ്യുന്നവരടുത്ത് എന്ത് ചെയ്യില്ല? ഫിസിക്കൽ വേൾഡ് കംപ്ലീറ്റ്ലി ഷട്ട് ഔട്ട് ചെയ്യില്ല. വിർച്വൽ റിയാലിറ്റിയിൽ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് ഇമേജസ് ജനറേറ്റഡ് ഫ്രം എ കമ്പ്യൂട്ടർ ആർ പ്രൊജക്റ്റഡ് ഓൺ ടു റിയൽ ലൈഫ് ഒബ്ജെക്ട്സ്. റിയൽ ലൈഫ് ഒബ്ജെക്ട്സിലേക്ക് പ്രൊജക്റ്റ് ചെയ്യുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ റിയൽ ലൈഫ് ഒബ്ജെക്ട്സിൽ എന്തോ ഒരു ചേഞ്ച് കൊണ്ടുവരുന്നു എന്നാണ് പറയുന്നത്. സ്റ്റേറ്റ്മെന്റ് 1ഉം സ്റ്റേറ്റ്മെന്റ് 2ഉം നേരെ ഇന്റർചേഞ്ച് ചെയ്താണ് ഇട്ടേക്കുന്നത്. അപ്പോൾ അതറിഞ്ഞാൽ തന്നെ 1ഉം 2ഉം തെറ്റാന്ന് അറിഞ്ഞാൽ തന്നെ നമുക്ക് ആൻസറിലേക്ക് വരാൻ പറ്റും. 3ഉം 4ഉം കറക്റ്റാണ്. ഓഗ്മെന്റഡ് റിയാലിറ്റിയും വിർച്വൽ റിയാലിറ്റിയും ഇന്റർചേഞ്ച് ചെയ്താണ് ഇട്ടേക്കുന്നത്. അപ്പോൾ കീവേഡ്സ് കണ്ടുപിടിക്കുക. കീവേഡ്സ് കണ്ടുപിടിച്ചിട്ട് മീനിങ് കറക്റ്റ് ആവുന്നു നോക്കുക. അപ്പോൾ 1ഉം 2ഉം തെറ്റാണ്, 3ഉം 4ഉം കറക്റ്റായിട്ടാണ് കൊടുത്തേക്കുന്നത്. ഓപ്ഷൻ ബോക്സ് 3 and 4. Question number 42. The word Denisovan is sometimes mentioned in media in reference to. Option A, fossils of a kind of dinosaurs. Option B, an early human species. Option C, a cave system found in northeast India. Option D, a geological period in the history of ഇന്ത്യൻ സബ് കോണ്ടിനെന്റ്. കഴിഞ്ഞ വർഷം ചോദിച്ചതിൽ ഒരു ടഫ് ക്വസ്റ്റ്യൻസിലൊന്നാണ്. നമ്മൾ അധികം കറണ്ട് അഫയേഴ്സിൽ എവിടെയും കണ്ടിട്ടുണ്ടായിരുന്നില്ല. കറണ്ട് അഫയേഴ്സിൽ ഹിന്ദുവിൽ കവർ ആയിട്ടുണ്ടായിരുന്നു ന്യൂസ്, പക്ഷെ എല്ലാവർക്കും അത് കിട്ടിയിട്ടുണ്ടാവില്ല. ഇതിനകത്ത് നമുക്ക് വേർഡ്സ് വെച്ച് പ്രോസസ്സ് ചെയ്യാനും പറ്റില്ല. ഓപ്ഷൻസ് എലിമിനേറ്റ് ചെയ്യാനും ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമുക്ക് ഇതിന്റെ ആൻസർ ബൈ ഫാക്ട് പഠിച്ചു നോക്കുക. ഇങ്ങനെയുള്ള വളരെ കുറച്ച് ക്വസ്റ്റ്യൻസേ UPSCക്ക് ഉണ്ടാവുള്ളൂ. 42 ഓപ്ഷൻ ബി ആണ്, early human species. 43. With reference to the recent developments in science, which one of the following statements is not correct? Functional chromosomes can be created by joining segments of DNA taken from cells of different species. Pieces of artificial functional DNA can be created in laboratories. A piece of DNA taken out from an animal cell can be made to replicate outside a living cell in a laboratory. Cells taken out from plants and animals can be made to undergo cell division in laboratory petri dishes. സയൻസിൽ നോർമലി സയൻസിൻ്റെ റീസെൻറ്റ് ഡെവലപ്മെൻറ്റും സയൻസിനെ കൊണ്ട് എല്ലാം പോസിബിൾ ആണെന്നാണ് നമ്മൾ ജനറലി പഠിച്ചു വെക്കുക. പക്ഷെ ഇവിടെ ഏതാണ് ഇതുവരെയായിട്ടും സാധിക്കാത്തത് എന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, ഏതാണ് ആദ്യം സാധിക്കാത്തതെന്ന് കണ്ടുപിടിക്കാൻ നമുക്ക് ഡയറക്റ്റ് ഈ ക്വസ്റ്റിൽ നിന്ന് പറ്റില്ല. പക്ഷേ ഏതൊക്കെ നമ്മൾ ഇതുവരെയായിട്ടും കേട്ടിട്ടുണ്ടെന്നുള്ളത് ലിങ്ക് ചെയ്യുക. അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ഓപ്ഷൻ സി ആണ് നമ്മൾ എപ്പോഴും കേട്ടിട്ടുള്ള ഒരു കാര്യം. എ പീസ് ഓഫ് DNA ടേക്കൺ ഔട്ട് ഫ്രം ആൻ ആനിമൽ സെൽ ക്യാൻ ബി മെയ്ഡ് ടു റെപ്ലിക്കേറ്റ് ഔട്ട്സൈഡ് എ ലിവിങ് സെൽ ഇൻ എ ലബോറട്ടറി. ക്ലോണിംഗ് എന്നുള്ളൊരു ഐഡിയ ആണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഒരു സെല്ലിനെ റെപ്ലിക്കേറ്റ് ചെയ്ത് ക്ലോണിംഗ് പോലെയുള്ള പ്രോസസ്സ് ചെയ്യുക. അപ്പോൾ ഓപ്ഷൻ സി എന്തായാലും ക്ലോണിങ് നമ്മളെല്ലാവരും കേട്ടിട്ടുള്ള ഒരു കാര്യമാണ്. ആ ക്ലോണിങ് എന്നുള്ളൊരു പ്രോസസ്സാണ് ഓപ്ഷൻ സിയിൽ കൊടുത്തേക്കുന്നത് എന്ന് ലിങ്ക് ചെയ്താൽ മതി. ഓപ്ഷൻ സി നമ്മളിപ്പോൾ കേട്ടിട്ടുള്ളതാണ്, അത് കറക്റ്റാണ്. അതുപോലെ സെൽ ഡിവിഷൻ,
DNA വെച്ച് നമ്മൾ ആക്ടിവിറ്റീസ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ. അപ്പം DNA പോലുള്ള മൈന്യൂട്ട് സാധനങ്ങളെ വരെ നമ്മൾ മോഡിഫൈ ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ള റീസെൻറ്റ് ഡെവലപ്മെൻറ്റ്സ് എല്ലാം ചെയ്യുന്നുണ്ട്. ജീൻ എഡിറ്റിംഗ് എന്നുള്ള പ്രോസസ്സൊക്കെ നിങ്ങൾ എപ്പോഴും കേട്ടിട്ടുള്ളതാണ്. ഓക്കെ, അപ്പോൾ DNA-യിൽ ഇത്രയും ആക്ടിവിറ്റീസ് ചെയ്യാമെങ്കിൽ സെൽ ഡിവിഷൻ ചെയ്യാനും വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. അപ്പോൾ സിയും ഡിയും എന്തായാലും കറക്റ്റാണ്. അപ്പോൾ അത് രണ്ടും ഇവിടെ നോട്ട് കറക്റ്റ് ചോദിച്ചതുകൊണ്ട് സിയും ഡി എലിമിനേറ്റ് ചെയ്യുക. എയ്തർ എ അല്ലെങ്കിൽ ബി. ഓക്കെ, എയ്തർ എ അല്ലെങ്കിൽ ബിയിൽ നമ്മുടെ ആൻസർ പോകേണ്ടത് തമ്മിൽ നമുക്ക് രണ്ട് ഓപ്ഷനും വായിച്ചിട്ട് നമുക്ക് ഏറ്റവും ബുദ്ധിമുട്ടായിട്ട് തോന്നുന്ന ഏതാണ് ചെയ്തെടുക്കാൻ, സയൻസിന് ചെയ്തെടുക്കാൻ ഇതുവരെയായിട്ട് ചെയ്തെടുക്കാൻ ബുദ്ധിമുട്ടായിട്ടുള്ളത് ഏതാണോ അത് കൊടുക്കുക. നമുക്ക് രണ്ടും കൂടെ ഓപ്ഷൻ എയും ഓപ്ഷൻ ബിയും കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നത് ഓപ്ഷൻ എ ആണ്. പല സ്പീഷീസിൽ നിന്നുള്ള സെല്ലുകൾ എടുത്തിട്ട് അതിൻ്റെ DNA ജോയിൻ ചെയ്യുക, അത് കഴിഞ്ഞ് അതിനെ ഫങ്ഷണൽ ക്രോമസോം ആക്കി മാറ്റുക. അങ്ങനെ ഒരു പ്രോസസ്സ് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് കുറച്ചും കൂടി ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു പ്രോസസ്സായിട്ട് തോന്നുന്നുണ്ട്. അപ്പോൾ ഓപ്ഷൻ എ ആയിരിക്കും ഉത്തരം. 43 ഓപ്ഷൻ എ. 44 a digital signature is an electronic record that identifies the certifying authority issuing it, used to serve as a proof of identity of an individual to access information or server on internet. Third, an electronic method of signing an electronic document and ensuring that the ഒറിജിനൽ കണ്ടന്റ് ഈസ് അൺചേഞ്ച്ഡ്. ഇവിടെയും ആ കീവേഡ് വെച്ച് നമ്മളൊന്ന് ആലോചിക്കുക. കൃത്യമായിട്ട് നമ്മൾ ഡിജിറ്റൽ സിഗ്നേച്ചറിനെ കുറിച്ച് പഠിച്ചിട്ടില്ലെങ്കിലും നമുക്ക് ആ കീവേഡ് വെച്ചിട്ട് എന്താണോ മനസ്സിലാവുന്നത് അത് വെച്ചിട്ട് ആൻസറിലേക്ക് എത്തുക. ഡിജിറ്റൽ സിഗ്നേച്ചർ, നമ്മൾ സാധാരണ സിഗ്നേച്ചറിനെ ഡിജിറ്റലൈസ് ചെയ്യുന്നു, അതാണ് നമുക്ക് ആ കീവേഡിൽ നിന്ന് മനസ്സിലാവുന്നത്. ശരിയല്ലേ? അപ്പോൾ സാധാരണ ഒരു സിഗ്നേച്ചറിൻ്റെ എല്ലാ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷനും ഡിജിറ്റൽ സിഗ്നേച്ചർ ഉണ്ടാവണം, എങ്കിലേ അതിന് യൂസ് ഉള്ളൂ, അല്ലെങ്കിൽ യൂസ് ഉണ്ടാവില്ല. അപ്പം ഓപ്ഷൻ സ്റ്റേറ്റ്മെന്റ് 3 എന്തായാലും കറക്റ്റ് ആയിരിക്കും. ആൻ ഇലക്ട്രോണിക് മെത്തേഡ് ഓഫ് സൈനിങ് ആൻ ഇലക്ട്രോണിക് ഡോക്യുമെന്റ്. സാധാരണയുള്ള ഫിസിക്കൽ സിഗ്നേച്ചർ ഇലക്ട്രോണിക് മെത്തേഡ് ആയിട്ടുള്ള സൈനിങ് അല്ല, സാധാരണ ഫിസിക്കൽ സിഗ്നേച്ചർ ആണ്. അതിന് പകരം ഡിജിറ്റൽ സിഗ്നേച്ചർ എന്ന് പറയുമ്പോൾ എല്ലാം ഇലക്ട്രോണിക്കിലേക്ക് കൺവേർട്ട് ആവും. സ്റ്റേറ്റ്മെന്റ് 3 എന്തായാലും കറക്റ്റ് ആണ്. അപ്പോൾ സ്റ്റേറ്റ്മെന്റ് 3 വെച്ചിട്ടുള്ള എത്ര ആൻസർ ഉണ്ടെന്ന് നോക്കുക. ഓപ്ഷൻ എ മാത്രമേ എലിമിനേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ബി അല്ലെങ്കിൽ സി അല്ലെങ്കിൽ ഡി. ഇനി ഒരു സിഗ്നേച്ചർ എപ്പോഴും നമ്മൾ ഒരു വാലിഡേഷൻ ആയിട്ടാണ് ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ ഒരു പ്രൂഫ് ഓഫ് ഐഡന്റിറ്റി ആണ് നമ്മൾ എവിടെയും ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് 2ഉം 3ഉം കറക്റ്റ് ആണ്. ഓപ്ഷൻ ബി അല്ലെങ്കിൽ ഓപ്ഷൻ ഡി. ഡിജിറ്റൽ സിഗ്നേച്ചർ ഉപയോഗിച്ച് ആരാണ് അത് സൈൻ ചെയ്തതെന്ന് നമുക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് അത് വെച്ച് നമുക്ക് ഐഡന്റിറ്റിയും റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റും. 1ഉം കറക്റ്റാണ്. പ്രാക്ടിക്കലായിട്ട് നമ്മൾ ഒരു ആപ്ലിക്കേഷൻ എടുത്ത് ആലോചിച്ച് നോക്കുക. സിഗ്നേച്ചറിൻ്റെ പല പല ആപ്ലിക്കേഷൻസ്, അതൊരു പ്രൂഫ് ഓഫ് ഐഡന്റിറ്റി ആയിട്ട് ഉപയോഗിക്കാം, അത് ഓൺലൈൻ സിഗ്നേച്ചർ ചെയ്യാൻ ഉപയോഗിക്കാം, അത് ആരാണ് ചെയ്തതെന്ന് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് 3 ആപ്ലിക്കേഷൻ കറക്റ്റാണ്. ഓപ്ഷൻ ഡി 1, 2 and 3. 45. In the context of wearable technology, which of the following tasks is or are accomplished by wearable devices? Location identification of a person, sleep monitoring of a person, assisting the hearing impaired person. Wearable technologies, നമ്മുടെ MI ബാൻഡ് വാച്ച് പോലെയുള്ള സ്മാർട്ട് വാച്ച് പോലെയുള്ള കാര്യങ്ങൾ, അതൊക്കെയാണ് wearable technologies ആയിട്ട് വരിക. അപ്പോൾ MI ബാൻഡൊക്കെ ഉപയോഗിച്ചിട്ടുള്ള എല്ലാവർക്കും അറിയാം, അത് ഉപയോഗിച്ച് പല ആപ്ലിക്കേഷൻസ് ഉണ്ട്. ഹാർട്ട് ബീറ്റിൻ്റെ റേറ്റ്, സ്ലീപ്പിൻ്റെ ഡീപ്പ് സ്ലീപ്പിൻ്റെ അളവ് കാണാൻ പറ്റും, നോർമൽ സ്ലീപ്പിൻ്റെ അളവ് കാണാൻ പറ്റും, നമ്മൾ എത്ര വാക്ക് ചെയ്തിട്ടുണ്ടെന്ന അളവ് കാണാൻ പറ്റും. അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും MI ബാൻഡിനകത്ത് ചെയ്യാൻ പറ്റും. പിന്നെ ടെക്നോളജിയാണ്, വെയറബിൾ ടെക്നോളജീസിന് എന്തൊക്കെ ആപ്ലിക്കേഷൻ ഉണ്ടെന്നാണ് ചോദിക്കുന്നത്. നമുക്കറിയാത്ത ആപ്ലിക്കേഷൻസ് വരെ അതിനുണ്ടാവാനുള്ള സാധ്യതയാണ് എപ്പോഴും കൂടുതലുള്ളത്. ഇപ്പം ലൊക്കേഷൻ ഐഡൻറ്റിഫിക്കേഷനൊക്കെ GPS ഉപയോഗിച്ച് എനേബിൾഡ് ആണെങ്കിൽ അത് ചെയ്യാൻ പറ്റും. 3ഉം വരും. 45 ഓപ്ഷൻ ഡി 1, 2 and 3. 46. RNA interference technology has gained popularity in the last few years. Why? It is used in developing gene silencing therapies. It can be used in developing therapies for the treatment of cancer. It can be used to develop hormone replacement therapies. It can be used to produce crop plants that are resistant to viral pathogens. നമുക്കിവിടെ ഓപ്ഷൻസ് നോക്കുമ്പോൾ 46th ക്വസ്റ്റ്യൻ്റെ ഓപ്ഷൻസ് നോക്കുമ്പോൾ ഓൾ ഓഫ് ദ എബോവ് എന്നൊരു ഓപ്ഷൻ ഇല്ല. അത് UPSC തരാത്തത് കൊണ്ട് തന്നെ നമുക്ക് എന്ത് മനസ്സിലാകാം, ഏതോ ഒരു 1ഓ 2ഓ ആപ്ലിക്കേഷൻസ് ഇതിനെ കൊണ്ട് പറ്റില്ല, അല്ലെങ്കിൽ RNA ഇന്റർഫറൻസ് എന്നുള്ള ടെക്നോളജിയെ കൊണ്ട് പറ്റില്ല എന്ന് നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഓൾ ഓഫ് ദ എബോവ് എന്നൊരു ഓപ്ഷൻ ഇല്ലാത്തത് കൊണ്ട് നമ്മൾ കുറച്ചും കൂടെ കഴിഞ്ഞ ഒരു ക്വസ്റ്റ്യൻ ചെയ്തതുപോലെ ഏറ്റവും സാധ്യതയുള്ള ആപ്ലിക്കേഷൻസ് ഏതാണോ അത് ആദ്യം പിക്ക് ചെയ്യാൻ നോക്കുക ഓപ്ഷൻസിൽ നിന്ന്. ഓപ്ഷൻസിൽ നമുക്ക് കാണാൻ പറ്റുന്നത് RNA ഇന്റർഫറൻസ് ആണ്. RNAയിൽ ഒരു ഇന്റർഫറൻസ് ചെയ്യുന്നുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. അപ്പം ജീൻസിൽ എന്തെങ്കിലുമൊക്കെ ചേഞ്ചസ് വരുമ്പോൾ അത് എന്തായാലും എന്ത് സംഭവിക്കും, ജീൻസിൽ ചേഞ്ചസ് വരുത്തിയാണ് നമ്മൾ നോർമലി GM ക്രോപ്സ് പോലെയുള്ള ക്രോപ്സ് ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ജീൻസിലുള്ള ചേഞ്ചസ് നമുക്ക് എന്ത് ചെയ്യാൻ സഹായിക്കാം, ക്രോപ്പ് പ്ലാന്റ്സിനെ പ്രൊഡ്യൂസ് ചെയ്യാൻ സഹായിക്കാം, ദാറ്റ് ആർ റെസിസ്റ്റന്റ് ടു വൈറൽ പത്തോജൻസ്.
പത്തോജനിക് റെസിസ്റ്റൻസ് ഉള്ള ക്രോപ്സിനെ ബിൽഡ് ചെയ്യാൻ സഹായിക്കാൻ ചാൻസ് കൂടുതലാണ്. നമ്മൾ പ്രാക്ടിക്കലായിട്ട് എപ്പോഴും കേൾക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ്. അത് RNA ഇൻ്റർഫറൻസിന് ചെയ്യാൻ പറ്റും. RNA ഇൻ്റർഫറൻസ് എന്ന് പറയുമ്പോൾ ഒരു ജീൻസിൽ എന്തൊക്കെയോ ചേഞ്ച് വരുന്നു എന്നാണ് നമുക്ക് ഐഡിയ കിട്ടുക. അപ്പോൾ ജീൻസിനുള്ള ചേഞ്ചസ് നമുക്ക് പത്തോജനിക് റെസിസ്റ്റൻസ് ഉള്ള ക്രോപ്പ് ബിൽഡ് ചെയ്യാൻ സഹായിക്കാം. അതുപോലെ തന്നെ ജീനിനെ നമുക്ക് ചേഞ്ച് വരുന്നതിനനുസരിച്ച് ജീനിനെ സൈലൻസ് ചെയ്യാനും നമുക്ക് പറ്റാൻ സാധ്യതയുണ്ട് എപ്പോഴും. അപ്പോൾ 4ഉം 1ഉം എന്തായാലും സാധ്യതയുള്ള 2 ആപ്ലിക്കേഷൻസ് ആണ്. ഓക്കെ, അതുള്ള ഓപ്ഷൻസെ എന്തായാലും ഇൻക്ലൂഡ് ചെയ്യാവും ആൻസറിൽ. നിങ്ങൾ ഫൈനൽ മാർക്ക് ചെയ്യുമ്പോൾ അത് ഇൻക്ലൂഡ് ചെയ്യാവും. either A അല്ലെങ്കിൽ D. ക്യാൻസറിനാണെങ്കിലും റീസെൻ്റ് ആയിട്ട് ഒരുപാട് ട്രീറ്റ്മെൻറ്റ്സ് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ RNA ഇൻ്റർഫറൻസ് അതിന് പറ്റുമോ ഇല്ലയോ എന്നുള്ളൊരു ഡൗട്ട് മാത്രമേ ഉള്ളൂ. അപ്പോൾ അവിടെ ഇരിക്കുമ്പോൾ എക്സാമിന് നമ്മളത് ആലോചിക്കുമ്പോൾ ക്യാൻസറിന് ഒരുപാട് ടെക്നോളജീസ് വന്നിട്ടുണ്ട്. അത് എന്തൊക്കെയാണെന്ന് നമുക്കറിയില്ല. പക്ഷേ അറ്റ്ലീസ്റ്റ് അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ക്യാൻസർ ട്രീറ്റ് ചെയ്യാൻ ഒരുപാട് ടെക്നോളജീസ് ഉള്ളത് കൊണ്ട് RNA ഇൻ്റർഫറൻസിന് പറ്റുമോ ഇല്ലയോ എന്നൊരു ഡൗട്ട് വന്നാൽ എപ്പോഴും അതിന് പറ്റും എന്നുള്ള രീതിയിൽ ചെയ്താൽ മതി. കാരണം ക്യാൻസർ എന്ന് പറയുന്ന ഡിസീസസും സെൽസ് മൾട്ടിപ്ലൈ ചെയ്താൽ വരുന്നത്. അപ്പോൾ ഈ സെല്ലിനകത്ത് എന്തെങ്കിലും ചേഞ്ചസ് കൊണ്ടുവന്നാൽ നമുക്ക് ഓട്ടോമാറ്റിക്കലി ട്രീറ്റ്മെൻറ്റ് ഓഫ് ക്യാൻസറും പോസിബിൾ ആവും. ഓക്കെ, അപ്പോൾ 46, 1, 2 and 4. 47, recently scientists observed a merger of giant black holes billions of light years away from the Earth. What is the significance of this observation? Higgs boson particles were detected, gravitational waves were detected, possibility of intergalactic space travel through wormhole was confirmed. It enabled the scientists to understand singularity. കഴിഞ്ഞ വർഷം നടന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡിസ്കവറിയാണ്. ന്യൂസിൽ ഡയറക്റ്റ് ആയിട്ടുണ്ടായിരുന്നു. മെർജർ ഓഫ് ബ്ലാക്ക് ഹോൾസ് ഡിസ്കവർ ചെയ്തു. അതിൻ്റെ ഒരു ഫോട്ടോ വൈഡ്ലി സർക്കുലേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഗ്രാവിറ്റേഷണൽ വേവ്സ് വെർ ഡിറ്റക്റ്റഡ്. ഓപ്ഷൻ B. 48. Which of the following are the reasons for the occurrence of multi-drug resistance in microbial pathogens in India? Genetic predisposition of some people, taking incorrect doses of antibiotics to cure diseases, using antibiotics in livestock farming, multiple chronic diseases in some people. Multi-drug resistance. ഡ്രഗ് റെസിസ്റ്റൻസ് മൾട്ടിപ്പിൾ ഡ്രഗ്സിന് നമുക്ക് റെസിസ്റ്റൻസ് വരുന്നതിൻ്റെ റീസൺസ് ആണ് ചോദിക്കുന്നത്. ഓക്കെ, ആൻറ്റിബയോട്ടിക്സ് പോലെയുള്ള കാര്യങ്ങൾ നമ്മൾ പ്രോപ്പറായിട്ട് യൂസ് ചെയ്യണം. അല്ലെങ്കിൽ പ്രിസ്ക്രൈബ് ചെയ്തിരിക്കുന്ന ക്വാണ്ടിറ്റിക്കും പ്രിസ്ക്രൈബ് ചെയ്തിരിക്കുന്ന ഡിസീസിനും മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. നോർമലി ബാക്ടീരിയ കാരണം കോസ് ചെയ്യുന്ന ഡിസീസിനാണ് നമ്മൾ ആൻറ്റിബയോട്ടിക് എടുക്കുന്നത്. പലപ്പോഴും വൈറസ് കാരണം ഉണ്ടാകുന്ന ഡിസീസസും നമ്മൾ ആൻറ്റിബയോട്ടിക്സ് മെഡിസിനായിട്ട് ഉപയോഗിക്കാറുണ്ട്. അത് ആക്ച്വലി ഒരു ഇൻകറക്റ്റ് ആയിട്ടുള്ള യൂസേജ് ആണ്. ഇങ്ങനെയുള്ള ഇൻകറക്റ്റ് യൂസേജ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നത് വെച്ചാൽ ആൻറ്റിബയോട്ടിക്സിൻ്റെ തെറ്റായിട്ടുള്ള യൂസ് കാരണം മൾട്ടി ഡ്രഗ് റെസിസ്റ്റൻസ്, പല ഡ്രഗ്സിൽ നമുക്ക് റെസിസ്റ്റൻസ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടാവും. ഓക്കെ, ഇത് ഡിസീസസിൻ്റെ ഇൻറ്റൻസിറ്റി കൂട്ടും. പലപ്പോഴും TB പോലെയുള്ള ഡിസീസസ് ഒക്കെ മൾട്ടി ഡ്രഗ് റെസിസ്റ്റൻറ്റ് TB ആയിട്ടൊക്കെ മാറാറുണ്ട്, MDR. അപ്പോൾ ആൻറ്റിബയോട്ടിക്സിൻ്റെ യൂസേജ്, അത് ഇൻകറക്റ്റ് ഡോസസ് ഉപയോഗിക്കുന്നതും, അത് ആൻറ്റിബയോട്ടിക്സ് ഫീഡ് ചെയ്തിരിക്കുന്ന ലൈഫ് സ്റ്റോക്സ് അങ്ങനെയുള്ള ഫുഡ് നമ്മൾ കൺസ്യൂം ചെയ്യുമ്പോഴും നമ്മുടെ ബോഡിയിലേക്ക് എക്സസ് ആൻറ്റിബയോട്ടിക്സ് വരും. അത് പ്രോപ്പറായിട്ട് വരാത്തത് കൊണ്ട് തന്നെ അത് നമ്മുടെ ബോഡിയിൽ മൾട്ടി ഡ്രഗ് റെസിസ്റ്റൻസ് വരാനുള്ള സാധ്യത ഉണ്ട്. അപ്പം 2ഉം 3ഉം അതാണ് റീസൺ. ഓപ്ഷൻ B. 49. What is Cas9 protein that is often mentioned in news? A molecular scissors used in targeted gene editing, a biosensor used in the accurate detection of pathogens in patients, a gene that makes plants pest resistant, a herbicidal substance synthesized in genetically modified crops. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ക്രിസ്പറും കാസും. CRISPR-Cas9 അത് നമ്മൾ എപ്പോഴും ന്യൂസിൽ കേൾക്കുന്നതാണ്. ക്രിസ്പർ പോലെയുള്ള ജീൻ എഡിറ്റിംഗ് ടെക്നോളജീസും Cas9 പോലെയുള്ള പ്രോട്ടീൻസും. Cas9 പോലെയുള്ള പ്രോട്ടീനാണ് മോളിക്കുലർ സിസേഴ്സ് ആയിട്ട് ഉപയോഗിക്കുന്നത് ഇൻ ടാർഗറ്റഡ് ജീൻ എഡിറ്റിംഗ്. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. 49 ഓപ്ഷൻ A. 50. Which one of the following statements is not correct? Hepatitis B virus is transmitted much like HIV. Hepatitis B, unlike hepatitis C, does not have a vaccine. Globally, the number of people infected with hepatitis B and C viruses are several times more than those infected with HIV. Some of those infected with hepatitis B and C viruses do not show the symptoms for many years. ഈ ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ നിങ്ങൾ ഹെപ്പറ്റൈറ്റിസ് ബിയെ കുറിച്ചോ ഹെപ്പറ്റൈറ്റിസ് സിയെ കുറിച്ചോ അറിയത്തില്ല എന്ന് വിചാരിച്ച് ഈ ക്വസ്റ്റ്യൻ ഒരിക്കലും വിട്ട് കളയരുത്. അതല്ല ഹെപ്പറ്റൈറ്റിസിനെ കുറിച്ച് അധികം പഠിച്ചിട്ടില്ല എന്ന് ആ ഒരു ടെൻഷൻ വിചാരിക്കുകയും ചെയ്യരുത്. ഏതാണ് തെറ്റെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ നമുക്ക് ഓബ്വിയസ് ആയിട്ട് ഭയങ്കര കോമൺ സെൻസ് ആയിട്ട് നമ്മുടെ ഒരു കോമൺ സെൻസ് വെച്ചിട്ട് നമുക്ക് ഇതിനകത്ത് ഏതെങ്കിലും ഒരു ഓപ്ഷൻ തെറ്റായിട്ട് തോന്നുമെങ്കിൽ അത് മാർക്ക് ചെയ്യാം. നമുക്ക് ഹെപ്പറ്റൈറ്റിസ് ബി അല്ലെങ്കിൽ ഹെപ്പറ്റൈറ്റിസ് സി പോലെയുള്ള ഡിസീസസിന്
വൈറസ് കണ്ടുപിടിച്ചിട്ടില്ലായിരുന്നെങ്കിൽ ഇപ്പോൾ ഉള്ള COVID-19 പോലെ അതൊരു വലിയ പ്രശ്നമായിരുന്നു. COVID-19 ഏറ്റവും വലിയ പ്രശ്നം അതിന് ഇപ്പോഴും വാക്സിൻ ഇല്ല എന്നുള്ളതാണ്. ഇതിനേക്കാളും വളരെ പണ്ടേ ഉള്ള ഡിസീസാണ് ഹെപ്പറ്റൈറ്റിസ് ബിയും ഹെപ്പറ്റൈറ്റിസ് സിയും. അപ്പോൾ അതിന് വാക്സിൻ കണ്ടുപിടിച്ചിട്ടില്ലായിരുന്നെങ്കിൽ ഒരുപാട് ആൾക്കാർ മരിച്ചു പോകേണ്ടതായിരുന്നു. അങ്ങനെ ന്യൂസിൽ വരേണ്ടതും ആയിരുന്നു. ശരിയല്ലേ? അപ്പം ഹെപ്പറ്റൈറ്റിസ് ബി അൺലൈക്ക് ഹെപ്പറ്റൈറ്റിസ് സി ഡസ് നോട്ട് ഹാവ് എ വാക്സിൻ എന്ന് പറയുന്ന ഓപ്ഷൻ തെറ്റാവാനാണ് സാധ്യത കൂടുതൽ. ഓക്കെ, അതുപോലെ ഹെപ്പറ്റൈറ്റിസ് ബി കാരണം മരിച്ചു പോകുന്ന ആൾക്കാരുടെ പേര് നമ്മൾ അധികം കേട്ടിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിന് നമുക്കൊരു വൺ സ്റ്റോപ്പ് സൊല്യൂഷൻ ആയിട്ടുള്ള വാക്സിൻ ഉണ്ടെന്ന് നമുക്ക് ഒരു കോമൺ സെൻസ് വെച്ച് ആലോചിക്കുമ്പോൾ നമുക്കത് കിട്ടും. അപ്പം തമ്മിൽ 4 ഓപ്ഷൻസിലും നമുക്ക് തെറ്റാൻ സാധ്യത കൂടുതൽ ഓപ്ഷൻ ബി ആണ്. അതുകൊണ്ട് ഓപ്ഷൻ ബി. സയൻസ് പൊതുവേ വെൽ ഡെവലപ്ഡ് ആണ്, എല്ലാത്തിനും സൊല്യൂഷൻസ് ഉണ്ട്. അപ്പം ഓൾ ഓഫ് ദി അബോവ് എന്നൊരു ഓപ്ഷൻ ഇല്ലാത്ത ക്വസ്റ്റ്യൻസ്, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസിന് മാത്രം കുറച്ച് ശ്രദ്ധിച്ചാൽ മതി. 50 ഓപ്ഷൻ ബി. 51 വിത്ത് റെഫറൻസ് ടു മുഗൾ ഇന്ത്യ വാട്ട് ഈസ് ഓർ ആർ ദ ഡിഫറൻസ് ബിറ്റ്വീൻ ജാഗിർദാർ ആൻഡ് സെമീന്ദാർ? Jagirdars were holders of land assignments in lay of judicial and police duties, whereas Zamindars were holders of revenue rights without obligation to perform any duty other than revenue collection. Second statement, land assignments to Jagirdars were hereditary and revenue rights of Zamindars were not hereditary. സമീന്ദാരി സിസ്റ്റം നിങ്ങൾക്ക് അറിയാം, പെർമനന്റ് സെറ്റിൽമെന്റ് എന്ന് പറഞ്ഞ സിസ്റ്റത്തിൽ വഴി വന്നതാണ്. സമീന്ദാർ സിസ്റ്റത്തിൽ റവന്യൂ കളക്ഷൻ ആണ് അവരുടെ പ്രധാനപ്പെട്ട ഡ്യൂട്ടി. പക്ഷേ റവന്യൂ കളക്ഷൻ മാത്രമല്ല, അതിന് അഡീഷണൽ ഫംഗ്ഷൻസും ഉണ്ട്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആവാനുള്ള സാധ്യത വളരെ കുറവായിരിക്കും. ജാഗീർദാസിന്റെ ഡെഫിനേഷൻ അല്ലെ ഡിസ്ക്രിപ്ഷൻ ഏകദേശം കറക്റ്റ് ആണ്. പക്ഷെ സമീന്ദാസ് എന്നുള്ള ഡിസ്ക്രിപ്ഷൻ വേറെ ഒരു ഡ്യൂട്ടിയും ഇല്ല, റവന്യൂ കളക്ഷൻ അല്ലാതെ വേറെ ഒരു ഡ്യൂട്ടിയും ഇല്ല എന്ന് പറയുമ്പോൾ അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആവാൻ വളരെ സാധ്യത കുറവാണ്. കാരണം വേറെ ഒരു ഡ്യൂട്ടി ഇല്ല എന്ന് പ്രൂവ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. എന്തെങ്കിലും വേറെ അഡീഷണൽ ഡ്യൂട്ടി സമീന്ദാഴ്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ആ ഓപ്ഷൻ അഡീഷണൽ എന്തെങ്കിലും ഒരു ഡ്യൂട്ടി ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തെറ്റായിപ്പോവും. തെറ്റാനാണ് അത് സാധ്യത കൂടുതൽ. അതുപോലെ തന്നെ സമീന്ദാരി റൈറ്റ്സും എന്താണ് ഹെറിഡിറ്ററി ആണ്. ഹെറിഡിറ്ററി അല്ലാതിരുന്നിട്ടില്ല. പകരം സമീന്ദാഴ്സ് പ്രോപ്പറായിട്ട് അത് റവന്യൂ റൈറ്റ്സ് കളക്ട് ചെയ്തിട്ടില്ലെങ്കിൽ പലപ്പോഴും അവരുടെ ലാൻഡ് കോൺഫിസ്കേറ്റ് ചെയ്ത് ഓപ്ഷൻ ചെയ്യാറുണ്ടായിരുന്നു. പക്ഷെ ഹെറിഡിറ്ററി ആയിട്ടുള്ള റൈറ്റ്സ് കൊടുക്കാറുണ്ട് സമീന്ദാരി റൈറ്റ്സ്. 51 ഓപ്ഷൻ ഡി, നെയ്തർ വൺ നോർ ടു. 52 വിത്ത് റെഫറൻസ് ടു land reforms in independent India, which one of the following statements is correct? The ceiling laws were aimed at family holdings and not individual holdings. The major aim of land reforms was providing agricultural land to all the landless. It resulted in cultivation of cash crops as a predominant form of cultivation. Land reforms permitted no exemptions to the ceiling limits. Land reform വെച്ച് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ പോസ്റ്റ് ഇൻഡിപെൻഡൻസ് ലക്ഷ്യം വെച്ചിരുന്നത് ലാൻഡ് ഇല്ലാത്തവർക്ക് ലാൻഡ് കൊടുക്കുക. അതാണ് ലാൻഡ് റിഫോംസിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. ഓപ്ഷൻ ബിയിൽ ഓൾ ദ ലാൻഡ്ലെസ് എന്ന് കണ്ട് അത് എലിമിനേറ്റ് ചെയ്യരുത്. അവരുടെ എയിം മാത്രമേ ചോദിക്കുന്നുള്ളൂ. ദ മേജർ എയിം ഓഫ് ലാൻഡ് റിഫോംസ് അതേ പറയുന്നുള്ളൂ. എല്ലാവർക്കും കൊടുത്തോ കൊടുത്തില്ലയോ എന്നുള്ളത് ഇംപ്ലിമെന്റേഷനിലെ പ്രശ്നമാണ്. മേജർ എയിം ഓഫ് ലാൻഡ് റിഫോംസ് വാസ് പ്രൊവൈഡിങ് അഗ്രികൾച്ചർ ലാൻഡ് ടു ഓൾ ദ ലാൻഡ്ലെസ്. അത് കറക്റ്റാണ്. ഇംപ്ലിമെന്റേഷനിൽ ഇഷ്യൂസ് വന്നിട്ടുണ്ട്, പക്ഷേ എയിം അതായിരുന്നു. ഓപ്ഷൻ സി, ഓപ്ഷൻ ഡി നമുക്ക് ഡയറക്റ്റ് പെട്ടെന്ന് എലിമിനേറ്റ് ചെയ്യാം. ഓപ്ഷൻ സി അതിന്റെ ഒരു ഫീച്ചറേ അല്ല. ലാൻഡ് റിഫോംസ് വെച്ച് ക്യാഷ് ക്രോപ്സ് കൾട്ടിവേറ്റ് ചെയ്യുക എന്നുള്ളത് അതിന്റെ ഒരു ലക്ഷ്യമേ ആയിരുന്നില്ല. ക്യാഷ് ക്രോപ്സ് കൾട്ടിവേറ്റ് ചെയ്യാൻ ഒന്നാമത് ലാർജ് ഏരിയ ഓഫ് ലാൻഡ് വേണം. ലാൻഡ് ചെറുതായിട്ട് വീതിച്ച് കൊടുത്തു കഴിഞ്ഞാൽ ക്യാഷ് ക്രോപ്സ് ഡെവലപ്പ് ചെയ്യാനുള്ള സാധ്യത കുറവാണ്. അതുപോലെ തന്നെ ക്യാഷ് ക്രോപ്സ് ഡെവലപ്പ് ചെയ്യാൻ ഒരുപാട് ഇൻവെസ്റ്റ്മെന്റ് വേണം. എക്കണോമിക്കൽ ഇൻവെസ്റ്റ്മെന്റ് ഭയങ്കര കൂടുതലാണ്. ഓപ്ഷൻ ഡി, സീലിംഗ് ലിമിറ്റ്സ് ഇല്ല എന്നാണ് പറയുന്നത്. സീലിംഗ് ലിമിറ്റ്സ് ഉണ്ടായിരുന്നു, ഓരോ സ്റ്റേറ്റിലും ഓരോന്നായിരുന്നു. 52 ഓപ്ഷൻ പി. 53 Global Competitiveness Report is published by IMF, UNCTAD, World Economic Forum, World Bank. എല്ലാ വർഷവും ഒരു റിപ്പോർട്ട് ചോദിക്കാറുണ്ട്. ഗ്ലോബൽ കോമ്പറ്റീറ്റീവ്നെസ് റിപ്പോർട്ട് ഡയറക്റ്റ് ആണ് വേൾഡ് എക്കണോമിക് ഫോറം. 53 ഓപ്ഷൻ സി. 54 Consider the following statements about Charter Act of 1813. Statement 1, it ended the trade monopoly of East India Company in India except for trade in tea and trade with China. Second, it asserted the sovereignty of British Crown over the Indian territories held by the company. Third, the revenues of India were now controlled by the British Parliament. Statement 1 ഡയറക്റ്റ് ആണ്. ചാർട്ടർ ആക്ട് 1813 ഡയറക്റ്റ് പ്രൊവിഷൻ ആണ്. അപ്പോൾ 1 എന്തായാലും കറക്റ്റ് ആണ്. ഇപ്പം സ്പെക്ട്രം നമ്മൾ നല്ലപോലെ തറവാണെങ്കിൽ നമുക്ക് 1 കറക്റ്റ് ആണെന്ന് അറിയാൻ പറ്റും. ഓപ്ഷൻ ബി നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. ഇനിയുള്ളത് സ്റ്റേറ്റ്മെന്റ് 2ഉം സ്റ്റേറ്റ്മെന്റ് 3യും. സ്റ്റേറ്റ്മെന്റ് 2 പലരും എലിമിനേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇത്. പക്ഷെ സ്റ്റേറ്റ്മെന്റ് 2 പറയുന്നത് ഇറ്റ് അസേർട്ടഡ് ദ സോവറിനിറ്റി ഓഫ് ബ്രിട്ടീഷ് ക്രൗൺ ഓവർ ഇന്ത്യൻ ടെറിട്ടറീസ് ഹെൽഡ് ബൈ ദ കമ്പനി. ഈസ്റ്റ് ഇന്ത്യ കമ്പനി വഴിയായിരുന്നു എങ്കിൽ പോലും ചാർട്ടർ ആക്ടുകൾ കൊണ്ടുവന്നത് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയാണ്. അപ്പൊ അതുവഴി എന്ത് വരുന്നുണ്ട്? ബ്രിട്ടീഷ് ക്രൗണിന്റെ ഒരു സോവറിനിറ്റി
അസേർട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, 1858 ഡയറക്ട്ലി അണ്ടർ ബ്രിട്ടീഷ് പാർലമെന്റായി മാറുന്നുണ്ട്. പക്ഷേ സ്റ്റേറ്റ്മെന്റ് അത് സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് അതല്ല പറഞ്ഞിരിക്കുന്നത്. ഇറ്റ് അസേർട്ടഡ് ദ സോവറിനിറ്റി ഓഫ് ബ്രിട്ടീഷ് ക്രൗൺ ഓവർ ഇന്ത്യൻ ടെറിട്ടറീസ് ഹെൽഡ് ബൈ ദ കമ്പനി എന്നാണ് പറയുന്നത്. അപ്പം 1813 ആരുടെ കയ്യിലാണ്? ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കയ്യിലാണ് ഇന്ത്യൻ ടെറിട്ടറീസ് ഉള്ളത്. അതിന്റെ മുകളിൽ സോവറിനിറ്റി വരും. ഓക്കെ, അങ്ങനെ നോക്കുമ്പോൾ അത് കറക്റ്റ് ആണ്. പകരം സ്റ്റേറ്റ്മെന്റ് ഇറ്റ് അസേർട്ടഡ് ദ ഡയറക്ട് സോവറിനിറ്റി ഓഫ് ബ്രിട്ടീഷ് പാർലമെന്റ് ഓവർ ദ ഇന്ത്യൻ ടെറിട്ടറീസ് എന്ന് പറഞ്ഞത് തെറ്റിയാണ്. പക്ഷേ ഇതിനകത്ത് സ്റ്റേറ്റ്മെന്റ് അങ്ങനെയല്ല പറയുന്നത്. അപ്പം 1ഉം 2ഉം കറക്റ്റ് ആണ്. ഓപ്ഷൻ 3 തെറ്റാണ്. ബ്രിട്ടീഷ് പാർലമെന്റിന് ഡയറക്ട് റോൾ വരുന്നത് എപ്പോഴാണ്? 1858 54 ഓപ്ഷൻ എ. 55 with reference to Swadeshi movement, consider the following statements. It contributed to the revival of indigenous artisan crafts and industries. Second statement, the National Council of Education was established as a part of Swadeshi movement. First statement ഡയറക്റ്റ് ആണ്. സ്വദേശി മൂവ്മെന്റ് വഴി എന്താണ് പ്രധാനപ്പെട്ട ലക്ഷ്യം? ഫോറിൻ ഗുഡ്സിന്റെ ബോയ്ക്കോട്ടാണ്. അതുപോലെ തന്നെ സ്വദേശി മൂവ്മെന്റ് സമയത്താണ് 1906 നാഷണൽ കൗൺസിൽ ഓഫ് എഡ്യൂക്കേഷൻ എസ്റ്റാബ്ലിഷ് ചെയ്തത്. അത് ഇന്ത്യൻ നാഷണലിസ്റ്റുകൾ എസ്റ്റാബ്ലിഷ് ചെയ്തതാണ്. അതും കറക്റ്റ് ആണ്. 55 ഓപ്ഷൻ സി. ഡയറക്റ്റ് സ്പെക്ട്രം ആണിത്. 56 കൺസിഡർ ദ ഫോളോയിങ് പേഴ്സ്. മൂവ്മെന്റ് ആൻഡ് ലീഡർ: ഓൾ ഇന്ത്യ ആന്റി അൺടച്ചബിലിറ്റി ലീഗ് മഹാത്മാഗാന്ധി, ഓൾ ഇന്ത്യ കിസാൻ സഭ സ്വാമി സഹജാനന്ദ് സരസ്വതി, സെൽഫ് റെസ്പെക്ട് മൂവ്മെന്റ് EV രാമസ്വാമി നായ്ക്കർ. മൂന്നും സ്പെക്ട്രമാണ്, ഡയറക്റ്റ് ആണ്. സോഷ്യൽ റിഫോംസ് എന്ന് പറഞ്ഞ ചാപ്റ്ററും പിന്നീടുള്ള ചാപ്റ്ററുകളിലും കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. മൂന്നും കറക്റ്റ് ആണ്. 56 1, 2 and 3. 57 വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ഹാരപ്പൻ സൈറ്റ്? ചാനുദാരോ, കോഡ്ഡിജി, സൊഗൗര, ദേസാൽപൂർ. ചാനുദാരവും കോഡ്ഡിജിയും നമുക്ക് കൃത്യമായിട്ട് അറിയാം. ബേസിക് റീഡിൽ നിന്ന് നമുക്ക് കിട്ടും. എയും ബിയും എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. അത് രണ്ടും ഹാരപ്പൻ സൈറ്റ് ആണെന്ന് കിട്ടും. ഓപ്ഷൻ സിയും ഡിയും പലരും കേട്ടിട്ടില്ലായിരുന്നു. അപ്പോൾ 50-50 വന്നാൽ നമ്മൾ ആദ്യത്തെ റൗണ്ടിൽ ചെയ്തില്ലെങ്കിലും പിന്നീടുള്ള റൗണ്ടിൽ അത് അറ്റംപ്റ്റ് ചെയ്യുന്നതാണ് നല്ലത്. 50% പ്രോബിലിറ്റി ഉണ്ട് അത് ശരിയാവാൻ. സൊഗൗര അല്ലെങ്കിൽ ദേസാൽപൂർ. നമ്മുടെ മനസ്സിലുള്ള ഇൻറ്റ്യൂഷൻ ഏതാണോ വരുന്നത് അത് തന്നെ കുത്തുക. ഒരു 75% നമുക്ക് കറക്റ്റ് ആയിരിക്കും. ആ മനസ്സിലുള്ള ഇൻറ്റ്യൂഷൻ നമ്മൾ എപ്പോഴും ഫോളോ ചെയ്യണം. ഓക്കെ, എല്ലാ ക്വസ്റ്റ്യൻസിലും നമ്മുടെ ആ ഒരു മനസ്സിലുള്ള ഇൻറ്റ്യൂഷൻ നമ്മുടെ കോമൺ സെൻസ്. ഒന്നുകിൽ നമ്മൾ ഫുൾ നോളജ്, ഒരു സബ്ജക്റ്റിനെ കുറിച്ച് ഫുൾ നോളജ് ഉണ്ടെങ്കിൽ നമ്മൾ ആ ഫുൾ നോളജ് വെച്ചിട്ട് ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യുക. ഇല്ലെങ്കിൽ നമ്മുടെ ആ ഒരു ഇൻറ്റ്യൂഷൻ അല്ലെങ്കിൽ കോമൺ സെൻസ് വെച്ചിട്ട് ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യുക. പ്രത്യേകിച്ച് ഇന്ന് ഡിസ്കസ് ചെയ്ത സയൻസിൽ നമുക്ക് ആ കോമൺ സെൻസ് ഭയങ്കരമായിട്ട് യൂസ്ഫുൾ ആയിരിക്കും. ഹിസ്റ്ററി പോലെയുള്ള സബ്ജക്റ്റിൽ നമുക്ക് സബ്ജക്ട് നോളജ് കുറച്ച് അധികം വേണം. അതിന് സബ്ജക്റ്റ് നല്ല തരവാകും. ഇതിൽ നമുക്ക് 57 എയ്തർ സി അല്ലെങ്കിൽ ഡി അതിൽ ഒരെണ്ണം അറ്റംപ്റ്റ് ചെയ്യുക. ഓപ്ഷൻ സി ആണ് ഉത്തരം. 57 ഓപ്ഷൻ സി. 58 in which of the following relief sculpture inscriptions is Ranyo Ashoka mentioned along with the stone portrait of Ashoka? A. Kanganhalli, B. Sanchi, C. Shabaskari, D. Sogavra. ഇതിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കേട്ടിട്ടുള്ളത് സാഞ്ചിയെക്കുറിച്ച് മാത്രമാണ്. സാഞ്ചിയെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചപ്പോൾ നമ്മൾ അങ്ങനെ ഒരു കാര്യം പഠിച്ചിട്ടേ ഇല്ല. 58 ഓപ്ഷൻ ബി. സാഞ്ചിയിൽ നമ്മൾ അതിനെക്കുറിച്ച് പഠിച്ചിട്ടേ ഇല്ല. മാക്സിമം നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ പറ്റുന്നത് ഓപ്ഷൻ ബി സാഞ്ചിയാണ്. ഓപ്ഷൻ എയോ സിയോ ഡിയോ ഏതെങ്കിലും ഒന്നേ ആവാൻ ചാൻസ് ഉള്ളൂ. ഇത് ഭയങ്കര റിസ്കി ആയിട്ടുള്ളൊരു ഓപ്ഷനാണ്. നമുക്ക് ഒരു വഴിയുമില്ല, നമുക്ക് അറ്റൻഡ് ചെയ്തേ പറ്റൂ എന്നുള്ളൊരു അവസ്ഥ വരുവാണെങ്കിൽ മാത്രം ഇത് അറ്റൻഡ് ചെയ്താൽ മതി. കാരണം നമുക്ക് 1/3 പ്രോബിലിറ്റി ഉള്ളൂ ശരിയാവാൻ. അപ്പോൾ അങ്ങനെ ഒരു പോസിബിലിറ്റി നമ്മൾ വെക്കുന്നതിലും ബെറ്റർ 50% പ്രോബിലിറ്റി ഉള്ള ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യുന്നതാണ്. ഫാക്റ്റായിട്ട് നമ്മൾ പഠിക്കുമ്പോൾ കങ്കനഹല്ലിയിലാണ് റാന്യോ അശോകയുടെ സ്റ്റോൺ പോർട്രേറ്റ് ഉള്ളത്. 58 ഓപ്ഷൻ എ. 59 കൺസിഡർ ദ ഫോളോയിങ്: deification of Buddha, treading the path of Bodhisattvas, image worship and rituals. Which of the above is or are features of Mahayana Buddhism? Mahayana Buddhism നമുക്കറിയാം, ഇമേജ് വർഷിപ്പ് ഓഫ് ബുദ്ധ അതാണ് അവരുടെ പ്രധാനപ്പെട്ട പ്രിൻസിപ്പിൾ. ബുദ്ധയുടെ ഹ്യൂമൻ ഫോം അവർ ഇമേജ് വർഷിപ്പ് വഴി ചെയ്യുന്നുണ്ടായിരുന്നു. ഓപ്ഷൻ സ്റ്റേറ്റ്മെൻറ്റ് 3 കറക്റ്റാണ്. സ്റ്റേറ്റ്മെൻറ്റ് 3 കറക്റ്റ് ആണെങ്കിൽ എയും ബിയും പോയി, പിന്നെ എയും സിയും ഡിയും മാത്രമേ ഉള്ളൂ. സിയും ഡിയും മാത്രമേ ഉള്ളൂ അതിൽ. ഇപ്പോൾ 2 എന്തായാലും കറക്റ്റാണ്, നമുക്ക് മനസ്സിലായി. ബോധിസത്വാസിനെ ആര് ബിലീവ് ചെയ്യുന്നുണ്ട്? മഹായാന ബുദ്ധിസം ബിലീവ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് ഡൗട്ടുള്ളത് ഡെയിഫിക്കേഷൻ ഓഫ് ബുദ്ധയാണ്. ഈ ഡെയിഫിക്കേഷൻ എന്നുള്ളൊരു വേർഡ് അറിയാത്തത് കൊണ്ട് പലരും അങ്ങനെ ഒരു സംഭവം ഉണ്ടാവില്ല എന്ന് പറഞ്ഞ് എലിമിനേറ്റ് ചെയ്ത് 2 and 3 കുത്തിയിട്ടുണ്ട്. അങ്ങനെ ചെയ്യാൻ പാടില്ല. ഡൈഫിക്കേഷൻ എന്ന് പറഞ്ഞ വേർഡ് വെച്ചിട്ട് നിങ്ങൾക്ക് എന്താണോ മനസ്സിലാവുന്നതെന്ന് ആലോചിക്കുക. ഡൈഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് കുറച്ച് നമ്മൾ ആ വേർഡിനെ ഒന്ന് പ്രോസസ്സ് ചെയ്യുമ്പോൾ നമുക്ക് ആ ഡൈറ്റി എന്നുള്ളൊരു മീനിങ് കിട്ടും. ഡൈറ്റി അല്ലെങ്കിൽ നമ്മളൊരു ഗോഡായിട്ട് കൺസിഡർ ചെയ്യുന്നു. ബുദ്ധയെ ഒരു ഗോഡായിട്ട് കൺസിഡർ ചെയ്ത് അതിനെ ഒരു ഇമേജ് വർഷിപ്പിലേക്ക് എത്തുന്ന ഒരു പ്രോസസ്സാണ് ഡൈഫിക്കേഷൻ. അപ്പോൾ ആ ഡൈഫിക്കേഷൻ നമ്മൾ ആ ഡൈഫി അല്ലെങ്കിൽ ഡൈറ്റി എന്നുള്ളൊരു വേർഡിലേക്ക് നമ്മൾ എത്താൻ പറ്റണം. ഓക്കെ, വെറുതെ ഒരു കാരണമില്ലാതെ അത് എലിമിനേറ്റ് ചെയ്ത് ഡൈഫിക്കേഷൻ ഓഫ് ബുദ്ധ മഹായാന ബുദ്ധിസത്തിന് ഒരു പ്രിൻസിപ്പിൾ തന്നെയാണ്. 59 ഓപ്ഷൻ ഡി. 1, 2 and 3.
Question number 60. With reference to forced labor in India during the Gupta period, which one of the following statements is correct? It was considered a source of income for the state, a sort of tax paid by the people. It was totally absent in the Madhya Pradesh and Kathiawar regions of Gupta Empire. Option C. The forced labor was entitled to weekly wages. Option D. The eldest son of the labor was sent as the forced laborer. ഫോഴ്സ്ഡ് ലേബറിനെ കുറിച്ചാണ് പറയുന്നത്. ഗുപ്ത പീരീഡിന്റെ ഒരു ക്യാരക്ടറിസ്റ്റിക് ഫീച്ചറാണ് ഫോഴ്സ്ഡ് ലേബർ. ഇതിലും ഏതാണ് കറക്റ്റ് എന്ന് ചോദിക്കുന്നത്. അപ്പം നമുക്ക് ഡയറക്റ്റ് ഫോഴ്സ് ലേബർ ഗുപ്ത പീരീഡിന് ഏതാണ് കറക്റ്റ് എന്ന് അറിയത്തില്ലെങ്കിൽ എലിമിനേറ്റ് ചെയ്യുക. ലീസ്റ്റ് ലൈക്ലി ആയിട്ടുള്ള കാര്യങ്ങൾ എലിമിനേറ്റ് ചെയ്ത് കളയുക. ആദ്യം ഏതാണ് കറക്റ്റ് എന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പം ലീസ്റ്റ് ലൈക്ലി ആയിട്ടുള്ള ഓപ്ഷൻസ് എലിമിനേറ്റ് ചെയ്യാം. ഓപ്ഷൻ ബി. ഇറ്റ് വാസ് ടോട്ടലി ആബ്സെന്റ് ഇൻ ദ മധ്യപ്രദേശ് ആൻഡ് കത്തിയവാർ റീജിയൻസ് ഓഫ് ഗുപ്ത എംപയർ. ഗുപ്ത എംപയറിന്റെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് നോർത്തേൺ പ്ലെയിൻസ്. ആ നോർത്തേൺ പ്ലെയിൻസിൻ്റെ തൊട്ട് താഴെ കിടക്കുന്ന മധ്യപ്രദേശ് പോലുള്ള റീജിയനിൽ ഈ ഫോഴ്സ് ലേബർ ടോട്ടലി ആബ്സെൻ്റ് ആവുന്നു എന്ന് പറയുന്നത് ഒരു അബ്സേർഡ് ആയിട്ടുള്ള ഓപ്ഷനാണ്. അതൊരിക്കലും ശരിയാവില്ല, എന്തായാലും ഉണ്ടാവും. അപ്പോൾ ഓപ്ഷൻ ബി തെറ്റ്. ഓപ്ഷൻ സി. ദ ഫോഴ്സ് ലേബറർ വാസ് എൻറ്റൈറ്റിൽഡ് ടു വീക്ക്ലി വേജസ്. ഫോഴ്സ് ലേബറിൻ്റെ ഒരു പ്രധാനപ്പെട്ട വ്യത്യാസം എന്ന് പറഞ്ഞാൽ അതൊരു ബോണ്ടഡ് ലേബറാണ്. നിങ്ങൾ പണിയെടുത്തേ പറ്റൂ, അല്ലെങ്കിൽ ജോലി ചെയ്തേ പറ്റൂ. വേജസ് എന്ന് പറയുന്നൊരു കാര്യം ഉണ്ടാവത്തേ ഇല്ല. ഓക്കെ, എന്തൊക്കെ ചെയ്താലും അതിന് വേജസ് കിട്ടില്ല. അപ്പോൾ വീക്ക്ലി വേജസ് എന്നല്ല, ഡെയിലി വേജസ് ഒന്നും ഉണ്ടാവില്ല. ഓപ്ഷൻ ബിയും ഓപ്ഷൻ സിയും തെറ്റാണ്. ഫോഴ്സ് ലേബർ എന്ന് പറഞ്ഞ കൺസെപ്റ്റേ അതാണ്. ഓപ്ഷൻ എയും ഓപ്ഷൻ ഡിയും. ഓപ്ഷൻ ഡി നോക്കിക്കേ, ദ എൽഡസ്റ്റ് സൺ ഓഫ് ദ ലേബറർ വാസ് സെൻഡ് ആസ് ദ ഫോഴ്സ് ലേബറർ. അപ്പോൾ എൽഡസ്റ്റ് സൺ ഫോഴ്സ് ലേബറായിട്ട് പോകുന്നു. അത് ഒരിക്കലും പോസിബിൾ അല്ല. കാരണം ഒരു വീട്ടിൽ 3, 4, 5 സൺ ഉണ്ടെങ്കിൽ അതിൻ്റെ മാക്സിമം ബെനിഫിറ്റ് എടുക്കാനേ കിങ്സ് ശ്രമിക്കുകയുള്ളൂ. ഒരു ഡെമോക്രാറ്റിക് സിസ്റ്റം അല്ല, ഒരു കിങ്ഷിപ്പാണ്. അതുപോലെ ഡിസ്ക്രിമിനേറ്ററി ആയിട്ടുള്ള ഒരുപാട് പ്രാക്ടീസസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഒരു സണ്ണിനെ മാത്രം കൊണ്ടുപോവില്ല, പകരം അവർ മാക്സിമം ഫോഴ്സ് ലേബറിൻ്റെ ബെനിഫിറ്റ് അല്ലെങ്കിൽ ഔട്ട്പുട്ട് കൂട്ടാനേ നോക്കുകയുള്ളൂ. അപ്പോൾ ഒരു വീട്ടിലൊരു 4-5 പേരുണ്ടെങ്കിൽ എല്ലാവരെയും അവർ എന്തായാലും എന്ത് ചെയ്യും, ഫോഴ്സ് ലേബറായിട്ട് കൊണ്ടുപോകും, ഒരാളെ മാത്രമായിരിക്കില്ല. അപ്പോൾ ഓപ്ഷൻ ഡിയും ഒരു ഇംപ്രാക്ടിക്കൽ ആയിട്ടുള്ള ഓപ്ഷനാണ്. ഓപ്ഷൻ എ വായിക്കുമ്പോൾ നമുക്ക് ശരിയായിട്ട് തോന്നുകയും ചെയ്യുന്നു. ഇറ്റ് വാസ് കൺസിഡേർഡ് എ സോഴ്സ് ഓഫ് ഇൻകം ഫോർ ദ സ്റ്റേറ്റ്, എ സോർട്ട് ഓഫ് ടാക്സ് പെയ്ഡ് ബൈ ദ പീപ്പിൾ. അവരവരുടെ വർക്ക് വെച്ചിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഡെയിലി സ്റ്റേറ്റിന് വേണ്ടി വർക്ക് ചെയ്ത് സ്റ്റേറ്റിന് ഇൻകം കൂട്ടാനാണ് ശ്രമിക്കുന്നത്. ആ വർക്ക് വഴി എന്താ ചെയ്യുന്നത്, വർക്ക് വഴി പീപ്പിൾ ഒരു ടാക്സ് പേ ചെയ്യുന്നത് പോലെയാണ്. അപ്പോൾ ഓപ്ഷൻ എ ഏറ്റവും മോസ്റ്റ് ലൈക്ലി ആയിട്ട് കറക്റ്റായിട്ട് വരുന്നത് ഓപ്ഷൻ എ ആണ്. 60 ഓപ്ഷൻ എ. ഇന്നത്തെ ഡിസ്കഷൻ കഴിഞ്ഞു. എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻസിൽ നിങ്ങളുടെ ഡൗട്ട് പോസ്റ്റ് ചെയ്യുക, ഞങ്ങൾ റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.